കരഞ്ഞോണ്ട് നിൽക്കുന്ന സോളിനെ കാണുമ്പോഴത്തേക്കും സഞ്ജയും കയ്യിലുണ്ടായിരുന്ന കുടയൊക്കെ അവൾക്ക് നേർക്കായിട്ട് നീട്ടുന്നു. പക്ഷെ അപ്പോഴും സോൾ ഓർത്തിട്ടുണ്ടായിരുന്നത് അവൻ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും കരഞ്ഞോടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ബാക്കി കുട്ടികൾ ഇവർ ലവേഴ്സ് ആണെന്നും അടി കൂടിയതുകൊണ്ടായിരിക്കും അവൾ കരയുന്നതെന്നും തെറ്റിദ്ധരിക്കുന്നു. കൂടുതലായിട്ട് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാതെ ഇരിക്കുവാനായിട്ട് സഞ്ജയും അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് മാറുകയാണ്. അങ്ങനെ മറ്റൊരിടത്തൊക്കെ പോയി നിന്ന് കഴിയുമ്പോഴത്തേക്കും 19 വയസ്സുള്ള നീ ഇങ്ങനെയായിരുന്നു അല്ലെ ഇരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും സ്വയം ഓർക്കുന്നു. ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും പിന്നീടാണ് പറഞ്ഞത് അബദ്ധമായി പോയെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളും സ്വന്തം പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് എപ്പോഴും എന്നെ കാണുമ്പോൾ കരയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ഡോഗൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ നീന്തുകയും ചെയ്യുമായിരുന്നു. നിന്നെ കാണുമ്പോൾ എല്ലാം തന്നെ ആ ഒരു ഡോഗിനാണ് ഞാൻ ഓർക്കുന്നതെന്ന് അവളും പറയുന്നു. പക്ഷെ ഇന്നലെ നീ എന്റെ പേരൊക്കെ വിളിച്ചിട്ടല്ലായിരുന്നോ എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നത്? അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഡോഗിനെ ഞാൻ സ്വിം ചെയ്യിക്കുമായിരുന്നു. അതൊക്കെ പോരാതെ ഞാൻ ഒരുപാട് കോമ്പറ്റീഷൻ വീഡിയോസ് ഒക്കെ കണ്ട് നിന്റെ വീഡിയോസും കണ്ട് അങ്ങനെ നിന്റെ ഫാൻ ആവുകയും പിന്നീട് നീ നീന്തുന്നതൊക്കെ കണ്ടപ്പോൾ എന്റെ ഡോഗിനെ എനിക്ക് ഓർമ്മ വരികയും ചെയ്തതായിരുന്നു എന്നൊക്കെ അവൾ വളരെയധികം നീട്ടി വലിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഈ ഒരു വാച്ചും നീ ഡോഗിനെ ഓർത്തിട്ട് നൽകിയതാണോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. അതിനെന്തായാലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി ഒന്നും പറയുവാൻ അവൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളും ഞാൻ ലേറ്റ് ആയെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ഓടുകയാണ്. ഓടുന്ന ആ ഒരു വെപ്രാളത്തിൽ അവന്റെ കുടയും എടുത്തുകൊണ്ടാണ് അവൾ പോയതും. ഞാൻ എന്തിനാണ് സനുജയുടെ കുടയും എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സോളും ഓർക്കുകയാണ്. എന്തായാലും ഇന്നലെ ക്ലാസ്സിൽ വെച്ചൊക്കെ ഉണർന്നതിന് ശേഷം ക്ലാസ് ശരിക്കൊന്നും കാണുവാൻ സാധിച്ചില്ല. കുട്ടികളെ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് കണ്ടേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സോളും ക്ലാസ്സിലേക്ക് കയറുന്നു. കുട്ടികളെയൊക്കെ കാണുന്ന അവളും കുറെ കാലമായിട്ട് ഇവരെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊക്കെയായിരുന്നു സംസാരിക്കുന്നത്. നിനക്ക് എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുന്ന അവളും ചില കുട്ടികളുടെ പേര് പോലും മറന്നിട്ടുമുണ്ടായിരുന്നു. ഇനി ക്ലാസ്സിലെത്തുന്ന അവളും ഹ്യുൻചിനെ കാണുമ്പോഴത്തേക്കും ഒരുപാട് ഹാപ്പി ആയിട്ട് അവളുടെ അടുത്തും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇന്നലെ നീ എന്തുകൊണ്ടാണ് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്? ഇന്നലെ അവൻ നിന്റെ അടുത്ത് എന്താണ് പറഞ്ഞതെന്നൊക്കെ ഹ്യുൻചും അവളുടെ അടുത്ത് ചോദിക്കുന്നു. ക്ലാസ് കട്ട് ചെയ്ത് പോയതിനെ കുറിച്ചൊന്നും സോളിന് പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. പിന്നെ അവന്റെ കാര്യം പറഞ്ഞത് അതേതവനാണെന്ന് പോലും ഇപ്പോൾ സോളിന് ഓർമ്മയുമില്ല. അതായത് സോൾ ഇപ്പോൾ പാസ്റ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ മാത്രമേ അവൾക്ക് വ്യക്തമായിട്ട് ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം തന്നെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. അവൾക്കും അതൊന്നും ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ടീച്ചറൊക്കെ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ടീച്ചറിനെയും കണ്ടിട്ട് കുറെ കാലമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറിന്റെ അടുത്തേക്കും അവൾ പോകുന്നു. അമ്മയും ടേപ്പൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് നടത്തി വരുന്നത്. അങ്ങനെ ഇരിക്കെ കടയിൽ മറ്റൊരു സ്ത്രീയൊക്കെ എത്തുമ്പോഴത്തേക്കും അമ്മയും ആ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു. അമ്മ പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും വാടകക്കാരെ ഒന്നും കിട്ടുന്നില്ല എന്നതായിരുന്നു. പക്ഷെ കൂടെയുള്ള സ്ത്രീ ആകട്ടെ ഈ ഒരു സ്ഥലമൊക്കെ വിറ്റതിന് ശേഷം മറ്റൊരു സ്ഥലത്ത് അപ്പാർട്ട്മെന്റ് ഒക്കെ മേടിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നും അവിടുത്തെ വിലയൊക്കെ ഒരുപാട് കൂടുകയും നല്ല ലാഭമൊക്കെ കിട്ടുകയും ചെയ്യുമെന്നുമാണ് അമ്മേനെ അറിയിക്കുന്നത്. ഒരു ടേപ്പൊക്കെ തിരികെ കിട്ടിയിട്ടില്ല എന്ന കാര്യമൊക്കെ അമ്മ ശ്രദ്ധിക്കുകയും അമ്മ ആ ഒരു നമ്പറിലേക്കൊക്കെ കോൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് സഞ്ജയുടെ അച്ഛനായിരുന്നു. ടേപ്പിന്റെ പേരൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു ടേപ്പ് ഇതുവരെയായിട്ടും തിരികെ തന്നിട്ടില്ല എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ടേപ്പ് താനോ തന്റെ വീട്ടിലുള്ള ആരും തന്നെ മേടിച്ചിട്ടില്ല എന്നൊക്കെയാണ് അച്ഛനെ നിന്ന് തർക്കിക്കുന്നത്. ഇന്നത്തെ കാലത്ത് DVD ഒക്കെ ഉള്ളതല്ലേ, അങ്ങനെ ഇരിക്കെ ആരെങ്കിലും ടേപ്പൊക്കെ മേടിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അമ്മനെ കുറെ കളിയാക്കുന്നുമുണ്ട്. ഈ ഒരു ടേപ്പ് ആകട്ടെ ഒരു ഏപ്പടത്തിന്റെ ടേപ്പ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അച്ഛനും ഇതൊന്നും സമ്മതിച്ചു തരാത്തതെന്നൊക്കെ അമ്മയും വിചാരിക്കുന്നു. അമ്മയുടെ കടയിലേക്ക് ഒരു ബുദ്ധ സന്യാസിയൊക്കെ എത്തുന്നു. അമ്മയും സുഹൃത്തും ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞ് അയാളെ ഇറക്കി വിടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളും പോകാതെ നിൽക്കുമ്പോഴത്തേക്കും അത് സന്യാസി ഒന്നുമല്ല, മറിച്ച് തന്റെ മകൻ തന്നെയാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലാക്കുകയാണ്. അവൻ അഭിനയിക്കുവാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വേഷമൊക്കെ കെട്ടി വരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മയും അവനെ ആട്ടിയിറക്കി വിടുന്നു. ടീച്ചർ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സോൾ അതൊന്നും തന്നെ കേൾക്കാതെ ഇരിക്കുകയാണ്. അവളും ആ ഒരു വാച്ചിനെ കുറിച്ചൊക്കെ ആയിരുന്നു നോക്കുന്നത്. ഇതൊരു പക്ഷെ ടൈം മെഷീൻ പോലെ ആയിരിക്കുമോ പ്രവർത്തിക്കുന്നത്? ഞാനിതിലൊക്കെ ക്ലിക്ക് ചെയ്ത സമയത്തായിരുന്നല്ലോ അവിടെ നിന്നും പാസ്റ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷെ ഇതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ തിരികെ നേരത്തെ ആ ഒരു സമയത്തേക്കൊക്കെ തിരിച്ചു പോകുമോ എന്നൊക്കെ അവളും സംശയിക്കുന്നു. എന്തൊക്കെ വന്നാലും ഇതിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യുവാൻ പാടില്ല എന്നൊക്കെ അവൾ ഉറപ്പിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് ടീച്ചറും അവളോട് ഒരു ചോദ്യത്തിന് ഉത്തരവൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറയുന്നത്. അവളും അതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും ഹ്യുൻചുവും അവൾക്കിട്ടൊരു കുത്തൊക്കെ വെച്ചു കൊടുക്കുന്നു. ഹ്യുൻചുവിന്റെ ഒറ്റ കുത്തില് സോളും ആ ഒരു വാച്ചിലൊക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. സോൾ വിചാരിക്കുന്നത് ഇപ്പോൾ തിരിച്ച് പണ്ടത്തെ കാലത്തേക്ക് എത്തി എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും അവൾ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതും.
സോളും ഉത്തരവൊക്കെ ചെയ്യുവാനായിട്ട് ചെന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് പഠിച്ച പണ്ടത്തെ ഒരു കാര്യങ്ങളും ഇപ്പോൾ തലയിൽ ഇല്ല എന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇതിനെങ്ങനെ ഉത്തരം ചെയ്യുമെന്നറിയാതെ അവൾ നിൽക്കുമ്പോഴത്തേക്കും അവൾക്കും ഒരു ഐഡിയ ഒക്കെ തോന്നുകയാണ്. പീരീഡ്സിന്റെ പെയിൻ ആണെന്നൊക്കെ പറഞ്ഞ് അവൾ ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ടീച്ചറും അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് അവളോട് നഴ്സിംഗ് റൂമിലേക്ക് പോയിക്കോളുവാനും പറയുന്നു. പക്ഷെ അവൾക്ക് നഴ്സിംഗ് റൂമിലേക്ക് ആയിരുന്നില്ല പോകേണ്ടിയിരുന്നത്, സഞ്ജയനെ കാണുവാനായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും അവന്റെ സ്കൂളിലേക്കൊക്കെ ഓടുന്നു. സഞ്ജീവ് ഇപ്പോൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന തിരക്കിലാണുള്ളത്. അവനെ നോക്കിക്കൊണ്ട് അവന് മോശമായിട്ടുള്ള ഒരു ചിന്തയും വരാതിരിക്കുവാനായിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്ത് എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നൊക്കെ സോളും ഓർക്കുന്നു. പക്ഷേ അവൻ 15 വർഷത്തിന് ശേഷമല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. ഈ 15 വർഷവും അവന്റെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിലല്ലേ അവനെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് സാധ്യമാക്കുക എന്നൊക്കെ അവൾ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വെളിയിൽ നിന്നും സിഗരറ്റിന്റെ മണമൊക്കെ വരുന്നത് അവൾ മനസ്സിലാക്കുന്നു. അവളും അത് എവിടെ നിന്നുമാണ് വരുന്നതെന്നൊക്കെ അറിയുവാനായിട്ട് പുറത്തേക്കും പോകുന്നു. അവൾ പോകുന്നതെല്ലാം തന്നെ സഞ്ജയും കാണുന്നു. മറ്റൊരു സ്കൂളിലെ കുറച്ച് കുട്ടികളായിരുന്നു അവിടെ നിന്ന് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരുന്നത്. സോളിനത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോഴത്തേക്കും ടൈസാങ് എന്ന മറ്റൊരു കുട്ടിയാകട്ടെ ഇവർക്കിട്ടൊക്കെ നല്ല ഇടി ഇടിക്കുന്നു. ഒരാളെ ടൈസാങ് ഇടിച്ചിട്ടതിന് ശേഷം മറ്റു രണ്ടുപേര് ടൈസാങ്ങിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വരുമ്പോഴത്തേക്കും സോളും വളരെ ദേഷ്യത്തില് നിന്നിട്ടുണ്ടായിരുന്ന മതിലിന് മുകളിൽ നിന്നും താഴേക്കൊക്കെ ചാടുന്നു. അവളുടെ ആ ഒരു വീഴ്ചയാകട്ടെ നിലത്ത് കിടക്കുന്ന ആ ഒരു കുട്ടിയുടെ മേത്തേക്കൊക്കെ ആയിരുന്നു. സോൾ വീണിട്ടുണ്ടായിരുന്ന കുട്ടിയാകട്ടെ ഇപ്പോൾ ആകെ ദേഷ്യപ്പെട്ട് സോളിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും, നീ ഇങ്ങനെയൊക്കെയാണോ മുതിർന്നവരുടെ അടുത്ത് സംസാരിക്കുന്നത്? നിനക്ക് ഒട്ടും തന്നെ ബഹുമാനമൊന്നും ഇല്ലല്ലോ. പിന്നെ നീ മറ്റൊരു സ്കൂളിലെ കുട്ടിയല്ലേ? അങ്ങനെ ഇരിക്കെ ഈ ഒരു സ്കൂളിന്റെ ജിമ്മിന്റെ അടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്നത് വളരെയധികം മോശമാണ്. ജിമ്മിന്റെ അകത്ത് നീന്തലൊക്കെ പരിശീലിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഈ ഒരു സിഗരറ്റിന്റെ പുകയൊക്കെ അവരുടെ ശ്വാസകോശത്തിൽ ചെല്ലുകയാണെങ്കിൽ എന്ത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുക എന്നൊക്കെ നിനക്ക് അറിയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സോളും അവന്റെ വഴക്ക് പറയുന്നത്. സോളും അവന്റെ കയ്യിൽ നിന്നും സിഗരറ്റൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും അവന്റെ തന്നെ സ്കൂളിലെ കുറച്ച് കുട്ടികളൊക്കെ അതുവഴി വരുന്നത് ടൈസങ്ങും കാണുന്നു. അതുകൊണ്ട് തന്നെ സോളിനോട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ട സമയമാണെന്നൊക്കെ പറഞ്ഞിട്ട് സോളിന്റെ കൈയും പിടിച്ച് ടൈസങ് ഓടുകയാണ്. കുറച്ചു ദൂരമൊക്കെ ഓടിയതിനു ശേഷം ആ ഒരു കുട്ടികൾ മറ്റൊരു വഴിക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ടൈസങ്ങും അവളുടെ കയ്യിലുള്ള സിഗരറ്റൊക്കെ മേടിച്ച് വലിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവളും ആ ഒരു സിഗരറ്റൊക്കെ മേടിച്ചിട്ട് അവനെ തടയുകയാണ്. പക്ഷെ ടൈസാകും കയ്യിലുണ്ടാകുന്ന സിഗരറ്റിന്റെ പാക്കറ്റൊക്കെ പൊക്കി പിടിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പാക്കറ്റ് ഒന്നും അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ടൈസങ്ങും പറയുന്നത്. അങ്ങനെ ഇരിക്കെ സോളും ഒന്ന് നന്നായി ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും 2007 അവൻ ഗിറ്റാറിസ്റ്റ് ആയിരുന്ന സമയത്ത് സോളും അവന്റെ വലിയൊരു ആരാധിക ആയിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. ഞാൻ പണ്ട് നിന്റെ ഒരു ആരാധിക ആയിരുന്നു എന്ന് സോളും പറയുന്നു. പക്ഷെ നിന്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ നെയിം ടാഗ് ഒക്കെ നോക്കി അവന്റെ പേര് കണ്ടുപിടിക്കുകയായിരുന്നു സോളും. ഇന്നലെ നീ എന്റെ അടുത്ത് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ടൈസങ്ങും അവളോട് ചോദിക്കുന്നു. പക്ഷെ ഇന്നലത്തെ അവളല്ലല്ലോ ഇന്നത്തെ അവൾ. അതുകൊണ്ട് തന്നെ അവൾക്കും എന്താണ് സംഭവം എന്നൊന്നും പിടികിട്ടുന്നില്ല. അതുവഴി ഒരു ടീച്ചറൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കും ടൈസങ്ങും കയ്യിലുണ്ടായിരുന്ന സിഗരറ്റും ലൈറ്ററും അവൾക്ക് നൽകിയതിനു ശേഷം പെട്ടെന്ന് ഓടുകയാണ്. അവളും കാര്യം മനസ്സിലാകാതെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു ടീച്ചർ അതുവഴി വരുന്നതൊക്കെ അവളും കാണുന്നത്. നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ സോളും ടീച്ചറിനോട് പറയുന്നുണ്ടെങ്കിലും അതൊരു ബോയ്സ് സ്കൂളാണ്. അങ്ങനെ ഇരിക്കെ അവളും ഒറ്റയ്ക്ക് ആ ഒരു സ്കൂളിലേക്ക് വന്നത് കൊണ്ട് തന്നെ അവൾ പറയുന്ന ഒരു കാര്യങ്ങളും ടീച്ചർ വിശ്വസിക്കുന്നില്ല. ടീച്ചർ നൽകിയ പണിഷ്മെന്റ് മേടിച്ചുകൊണ്ട് അവൾ നിൽക്കുമ്പോഴത്തേക്കുമാണ് അതുവഴി സഞ്ജയ് വരുന്നത്. സഞ്ജയനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അവളും മുടി വെച്ച് മുഖമൊക്കെ മറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ടീച്ചറും കയ്യിലുണ്ടായിരുന്ന വടി വെച്ച് അവളുടെ മുടിയൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും സഞ്ജയും അവളെ കാണുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറയൊക്കെ കാണിച്ചതിന് ശേഷം ആ ഒരു ക്യാമറ വഴി ഞാൻ നിന്നെ നോക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ടീച്ചറും അവിടെ നിന്നും പോകുന്നു. സോളിന്റെ കയ്യിലുള്ള സിഗരറ്റൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീയും സിഗരറ്റ് വലിയൊക്കെ നിർത്തിക്കോണമെന്നാണ് സോളിന്റെ അടുത്ത് സഞ്ജയ് പറയുന്നത്. പക്ഷെ അവളും ഞാൻ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും സഞ്ജയ് ആകട്ടെ അവിടെയുള്ള ക്യാമറ ഫേക്ക് ആണ്, നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോകുന്നു. യഥാർത്ഥത്തിൽ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആകുവാനായിട്ടായിരുന്നു അവൾ എത്തിയിട്ടുണ്ടായിരുന്നതെങ്കിലും വീണ്ടും അവർ തമ്മിലുള്ള അകലൊക്കെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും അവനുമായിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റുവാൻ സാധിക്കാത്ത വിഷമത്തിലേക്ക് അവൾ നിൽക്കുമ്പോഴത്തേക്കും അവിടെ വെച്ച് അവൾ ടൈസങ്ങിനെയും കാണിക്കുകയാണ്. ആ ഒരു ടീച്ചറിനെ കണ്ടപ്പോൾ ഞാൻ ഓടിയത് കണ്ടില്ലേ, നിനക്കും അങ്ങനെ ഓടുവാൻ മേലായിരുന്നോ? അല്ലാതെ ടീച്ചർ വിളിച്ചപ്പോൾ കൂടെ പോകുവാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയെന്നൊക്കെ ടൈസങ്ങും സോളിനോട് ചോദിക്കുന്നു. അത്രയും ബുള്ളീസിന്റെ അടുത്ത് നിന്ന് നിന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഞാനല്ലേ. അങ്ങനെ ഇരിക്കെ നീയും എന്നെ ആ ടീച്ചറിന്റെ അടുത്ത് ഇട്ടേച്ചു പോയത് ഒട്ടും തന്നെ ശരിയായില്ല എന്നൊക്കെ സോള് പറയുമ്പോഴത്തേക്കും ഇനി ഇതുപോലത്തെ ഏതെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ നീ ഒരിക്കലും അവിടെ നിന്ന് കൊടുക്കരുത്, മറിച്ച് നീയും നിന്റെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടതെന്നൊക്കെ അവനും പറയുന്നു. പക്ഷെ അവന്റെ സ്വഭാവം ഒന്നും തന്നെ അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ക്യാരക്ടറുള്ള ഒരുത്തിന് പിറകെയൊക്കെ ആയിരുന്നല്ലോ ഞാൻ ഇത്രയും കാലം നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ഓർക്കുന്നു. ടൈസങ്ങിനെ ഫോളോ ചെയ്ത ഒരു പെൺകുട്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അവളെ കാണുമ്പോൾ തന്നെ ടൈസങ്ങ് മുങ്ങുന്നു. ഇനി സോളയുടെ ഒരു ഇടിയൊക്കെ ഇടിച്ചിട്ടാണ് അവള് നടക്കുന്നത്.
അതിനെതിരായിട്ട് സോള് സംസാരിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പോലും അവളൊരു ബുള്ളിയാണെന്നും കൂടെ 2 ബുള്ളീസ് ഉണ്ടെന്നും അറിയുമ്പോഴത്തേക്കും സ്വയം ഒന്ന് താന്നു കൊടുക്കുന്നു. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്കിനി നടക്കുവാനായിട്ട് സാധിക്കുമെന്നും അതൊക്കെ കണ്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഹിഞ്ചു ആയിരിക്കുമെന്നും സോൾ ഓർക്കുന്നു. എനിക്ക് ഒരാളുമായിട്ട് ക്ലോസ് ആയാൽ കൊള്ളാമെന്നുണ്ട്, അതിന് ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ സോൾ ഹിഞ്ചുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവളും ഫസ്റ്റ് ഇംപ്രഷനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നു. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷനിലാകട്ടെ അവന്റെ പിറകെ കരഞ്ഞുകൊണ്ട് നടക്കുകയും അവന്റെ ഒപ്പം ഒന്നിച്ച് ജീവിക്കാമെന്ന് പറയുകയും ചെയ്തതായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷനൊക്കെ മോശമായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഹിഞ്ചുവിന്റെ അടുത്ത് സോൾ മറുപടി പറയുമ്പോഴത്തേക്കും എന്നാൽ ഫസ്റ്റ് പോട്ടെ, സെക്കൻഡ് ഇംപ്രഷനാണ് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ ഹിഞ്ചുവും അറിയിക്കുന്നു. പക്ഷെ സെക്കൻഡ് ഇംപ്രഷനിലാകട്ടെ അവൾ സിഗരറ്റൊക്കെ വലിക്കുന്ന ആളാണെന്നൊക്കെ അവൻ വിചാരിക്കുകയും സ്മോക്ക് ചെയ്യുന്നത് നിർത്തണമെന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇംപ്രഷൻ അതിലും മോശമായിരുന്നു എന്ന കാര്യം കൂടി സോൾ അറിയിക്കുന്നു. എന്നാൽ അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കാൻ ഹിഞ്ചു പറയുമ്പോഴത്തേക്കും അതിന് തനിക്ക് സാധിക്കുകയില്ല എന്നൊക്കെ സോൾ പറയുന്നത് കേൾക്കുന്ന ഹിഞ്ചുവും ഒരു കാര്യം നീ അവളെ അങ്ങ് ഫ്രണ്ട് ആക്കുക എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അപ്പോഴാണ് അത് പെണ്ണല്ല മറിച്ച് ആണാണെന്നുള്ള കാര്യം ഹിഞ്ചു മനസ്സിലാക്കുന്നത്. അതിന് ഇന്നലെയല്ലേ നീ ടൈസാങ്ങിന്റെ അടുത്ത് പ്രണയമൊക്കെ തുറന്നു പറഞ്ഞിട്ട് അവൻ നിന്നെ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടുണ്ടായിരുന്നത്, ഇത്ര പെട്ടെന്ന് നീ അടുത്തയാളെ പിടിച്ചു എന്നൊക്കെ ഹിഞ്ചുവും ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് പണ്ട് നടന്ന കാര്യങ്ങൾ സോൾ ഒന്ന് ആലോചിച്ചു നോക്കുന്നത്. അന്നാകട്ടെ ശരിക്കും സംസാരിക്കാൻ പോലും സാധിക്കാത്ത സോളും ഈ ഒരു ടൈസങ്ങിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഒരു ലെറ്റർ ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ആ ഒരു ബുള്ളറ്റ് ടീമിന്റെ കയ്യിലൊക്കെ സോൾ പെടുന്നത്. അങ്ങനെ ഇരിക്കെ അവളും അവിടെ നിന്നും മതിലൊക്കെ ചാടിയാണ് രക്ഷപ്പെടുന്നതും. സോളും പണ്ട് എഴുതിയ കത്തൊക്കെ വായിച്ചു നോക്കുകയാണ്. ആകാശത്തെ നക്ഷത്രങ്ങൾ ഒന്നും തന്നെ കാണുവാനില്ലായിരുന്നു. അതെല്ലാം തന്നെ ഉള്ളത് നിന്റെ കണ്ണിലാണ്. നീ വളരെയധികം ബ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ നേരിട്ട് നോക്കുവാൻ പോലും സാധിക്കുന്നില്ല. നീ ശരിക്കും ഒരു നക്ഷത്രം തന്നെ ആണേന്നായിരുന്നു അതിൽ എഴുതിയിട്ടുമുണ്ടായിരുന്നത്. അതൊക്കെ വായിക്കുന്ന സോളാകട്ടെ ഇങ്ങനെയൊക്കെ പോലും ഒരു ദിവസം കൂടി മുമ്പ് ഞാൻ ഇവിടെ വരികയായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ഒപ്പിക്കുകയില്ലായിരുന്നു എന്നൊക്കെ ഓർക്കുകയാണ്. സോളിന്റെ ചേട്ടനും ആ ഒരു കത്തൊക്കെ വായിച്ചിട്ട് അവളെ കളിയാക്കുന്നു. അങ്ങനെ ഇരിക്കെ ചേട്ടനെ പുറത്താക്കിയതിനു ശേഷം സോളാക്കട്ടെ നേരത്തെ ഹിഞ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്ന അവനെ ഫ്രണ്ട് ആക്കുവാൻ പറഞ്ഞ ആ ഒരു കാര്യമൊക്കെയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആപ്പൊക്കെ എടുത്തിട്ട് സോളും സഞ്ജയ്ക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അയക്കുന്നു. സോളും അവന്റെ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവനും ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ റിജക്ട് ചെയ്തു എന്ന ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ അവൾക്കും വരുന്നത്. പിറ്റേ ദിവസം സ്കൂളിലേക്കൊക്കെ നടക്കുന്ന അവളാകട്ടെ അവനുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിച്ചിട്ടും അടുക്കുവാൻ സാധിക്കാതെ അകന്നകന്നു പോകുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിലത്തേക്ക് പോകുന്നതൊക്കെ സോളും കാണുന്നത്. സോൾ അവളെ സഹായിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടേക്ക് സഞ്ജയ് ഓടിയെത്തി അവളെ സഹായിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഒരു ബസ്സൊക്കെ വന്ന് നിർത്തുകയാണ്. സഞ്ജയും ആ ഒരു ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്കുമാണ് തനിക്കും ഇതേ ബസ്സിലാണ് കയറേണ്ടതെന്ന കാര്യമൊക്കെ അവളും ഓർക്കുന്നത്. അങ്ങനെ അവളും അതിൽ ചാടി കയറുന്നു. ഞാൻ എന്നും ഈ ഒരു ബസ്സിനൊക്കെയാണ് വരുന്നത്, നീയും ഇതേ ബസ്സിനായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴത്തേക്കും ഇത്രയും നാളും രാവിലെ പ്രാക്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ ആയിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാകട്ടെ കോമ്പറ്റീഷനൊക്കെ അടുത്തത് കൊണ്ട് എനിക്കും ലേറ്റ് ആയിട്ട് പോയാൽ മതിയെന്ന് അവനും അറിയിക്കുന്നു. ഇടയ്ക്ക് ബസ് ഒന്ന് ബ്രേക്ക് ഇടുമ്പോഴത്തേക്കും സോളും വീഴുവാനൊക്കെ തുടങ്ങുന്നു. പക്ഷെ അവനും അവളുടെ ബാഗിലൊക്കെ പിടിക്കുന്നത് കൊണ്ട് തന്നെ അവൾ വീഴാതെ രക്ഷപ്പെടുകയാണ്. പിന്നീട് സ്റ്റോപ്പൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും പലരും ബസ്സിൽ നിന്നും ഇറങ്ങുന്നുമുണ്ട്. സോളിന്റെ കയ്യിലുണ്ടായിരുന്ന കുടയൊക്കെ നിലത്ത് പോകുന്നത് കൊണ്ട് തന്നെ സോളും ആ കുട എടുക്കാനായിട്ട് ശ്രമിക്കുന്ന തിരക്കില് അവൾക്ക് സ്റ്റോപ്പിൽ ഇറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. ബസ് നേരെ വിട്ടുപോകുകയാണ്. സോൾ അങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സഞ്ജയും ആ ഒരു ബസിന്റെ പിറകെ ഓടുന്നു. ബസിന്റെ അകത്തും പുറത്തും ഉണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ആ ഒരു കാഴ്ചയൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഓടി ഓടി സഞ്ജയും ആ ഒരു ബസിന്റെ മുമ്പിലൊക്കെ നിന്നിട്ട് ആ ഒരു ബസ് നിർത്തിക്കുകയാണ്. അങ്ങനെ സോളിനും സ്റ്റോപ്പിൽ ഇറങ്ങുവാനായിട്ട് സാധിക്കുന്നു. സോളും അവനോട് നന്ദിയൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു കുടയ്ക്ക് വേണ്ടി ആയിരുന്നു അവനും ബസ്സൊക്കെ നിർത്തിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. നീ ഒരു അത്ലറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി ചെയ്യുവാനായിട്ട് പാടില്ല. നിന്റെ ഹെൽത്തും സേഫ്റ്റിയുമാണ് നീ ആദ്യം നോക്കേണ്ടതെന്നായിരുന്നു അവളും പറയുന്നത്. ഞാൻ സ്മോക്ക് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണോ നീ എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത്? ഞാൻ ഇതുവരെ സ്മോക്ക് ചെയ്തിട്ടില്ല. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വിരലൊക്കെ മണത്ത് നോക്കിയാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നീ എന്റെയും മണത്ത് നോക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോളും അവളുടെ വിരലൊക്കെ അവന്റെ മൂക്കിന്റെ അടുത്തായിട്ടൊക്കെ വെക്കുന്നു. അവനും താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും സോള് കുറച്ചുകൂടി നീട്ടിയൊക്കെ കൈ വെക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ മൂക്കിലൊക്കെ അവളുടെ കൈയും ചെന്ന് വീഴുകയാണ്. ഇതൊക്കെ കാണുന്ന ഇൻഹുക്കും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് രണ്ടുപേരും ഒരേ ബസ്സിനൊക്കെയാണോ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവന്റെ അടുത്തും ചോദിക്കുകയാണ്. ഇനി അവനാകട്ടെ ഞാൻ ഈ ഒരു കുടയൊക്കെ മേടിക്കുവാനായിട്ട് മാത്രമായിരുന്നു അവളുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അറിയിക്കുന്നു. സോളിനെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം തൊട്ടേ ആലോചിക്കുന്നതാണ്, ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഞങ്ങളുടെ ബാൻഡിലുണ്ടായിരുന്ന ടൈസങ്ങില്ലേ, അവനെ ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് സോളും രഹസ്യമായിട്ടൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന റൂമിൽ എത്തിയിട്ട് അവന് ചോക്ലേറ്റ്സ് ഒക്കെ നൽകാറുണ്ട് എന്ന് ഇൻഹുക്കും പറയുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സഞ്ജയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും
ഇൻഹുക്കാകട്ടെ നീ ദേഷ്യപ്പെടുകയാണോ എന്നൊക്കെ സഞ്ജയോട് ചോദിക്കുമ്പോൾ അല്ല എന്ന മറുപടിയൊക്കെ അവനും നൽകുന്നു. സോൾ നടന്നു വരുമ്പോഴത്തേക്കും ആയിരുന്നു സ്കൂളിലുണ്ടായിരുന്ന ഒരു നോട്ടീസ് ഒക്കെ അവൾ കാണുന്നത്. അതൊരു സ്വിമ്മിംഗ് ടൂർണമെന്റിന്റെ നോട്ടീസ് ആയിരുന്നു. സഞ്ജയുടെ ഷോൾഡറിന്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് പങ്കെടുത്ത ടൂർണമെന്റിൽ വെച്ച് തന്നെ അവന്റെ അവസാന മത്സരമായി അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സഞ്ജയും ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ സോളും ഓർക്കുകയാണ്. സോളും സഞ്ജയനെ ചെന്ന് കണ്ടിട്ട് നീ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല എന്നും അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ ഇഞ്ചുറിയൊക്കെ കൂടുതലായിട്ട് നിനക്ക് ഒരിക്കലും സ്വിം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുമൊക്കെ അവളെ അറിയിക്കുന്നു. പക്ഷെ അവൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാം തന്നെ ഫ്രീസ് ആയി നിൽക്കുന്ന കാഴ്ചയായിരുന്നു അവളും കണ്ടത്. അവള് ഫ്യൂച്ചറിലെ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും പറയുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ അവൾ പറയുന്ന സമയത്തൊന്നും തന്നെ അവിടെയുള്ള ആരും സഞ്ജയ് പോലും ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല. അവൾ അടുത്തതായിട്ട് ഫോണിൽ ഒരു മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ ഒരു ഫോണിലെ മെസ്സേജസ് എല്ലാം തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളും ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.